വെൽക്കം ടു മൈ ചാനൽ ഷാജിമാഷ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്പാർക്കിൽ നിന്നും എങ്ങനെ ബില്ല് പ്രോസസ്സ് ചെയ്യാമെന്നുള്ളതും GPAISൻ്റെ അടവ് എംപ്ലോയീസിന് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതുമാണ്. സാലറി പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായി ആദ്യമേ നമ്മൾ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗ് മെനുവിൽ സാലറി മന്ത്ലി സാലറിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഈ മാസം നമുക്കറിയാം എല്ലാവർക്കും GPAIS ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. GPAIS ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ചസ് ഇൻ ദ മന്ത് പ്രസൻറ്റ് പേ എടുക്കുക. പ്രസൻറ്റ് പേയിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാനുണ്ട്, ഓഫീസ് സെലക്ട് ചെയ്യണം, അതിനൊക്കെ ഒരു സ്വല്പം സമയമെടുക്കും. അത് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ ടൈം ഔട്ടാവും. അതുകൊണ്ട് അത് പോയി വരുന്ന സമയമെടുക്കണം. എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നു, ഗോ എന്ന് ഉള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള റിക്കവറീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് അത് ചെയ്തിടുന്നത്. എന്നാൽ ഇപ്രാവശ്യം GPAISൽ എഡിറ്റിംഗ് ഒന്നും പറ്റത്തില്ല. നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എഡിറ്റിംഗ് കൊടുക്കുമ്പോൾ യു കനോട്ട് എഡിറ്റ് ദിസ് ഡിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. കനോട്ട് ഡിലീറ്റ് ദിസ് എൻട്രി എന്നും പറയുന്നു. മുൻകാലങ്ങളിൽ നമുക്ക് ഈ പേജിൽ എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി ഇവിടെ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുകൂടെ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒരു നമ്പർ തന്നെ സീരിയൽ നമ്പറായിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ സെലക്ട് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മുടെ ഡിഡക്ഷൻ ഏതാണോ അത് പിടിച്ചിടാനായിട്ട് നമ്മൾ നോക്കണം. ഇവിടെ GPAIയുടെ ന്യൂ സ്കീം ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത്തരം ഒരു കേസിൽ നമുക്ക് എങ്ങനെ ഈ ഡിഡക്ഷൻ കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ സാലറി മാറ്റേഴ്സിൽ മേളത്തെ മെയിൻ മെനുവിൽ സാലറി മാറ്റേഴ്സിൽ കർസർ കൊണ്ടുവെക്കുന്നു. തുറന്നു വരുന്ന വിൻഡോകളിൽ ചേഞ്ചസ് ഇൻ ദ മന്തിൻ്റെ വലതുവശത്തുള്ള പ്രസൻറ്റ് പേ ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയത്. അതിൻ്റെ താഴോട്ട് വന്ന് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു മെനു കാണുന്നുണ്ട്. ആ മെനുവിൽ നിന്നും ആഡ് ഡിഡക്ഷൻ ടു ഓളും ഡിലീറ്റ് ഡിഡക്ഷൻ ഫ്രം ഓളും ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനും ഒരേ തരത്തിലുള്ള ഡിഡക്ഷൻ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് എൻ്റർ ചെയ്യാനും പറ്റും, ആ ഡിഡക്ഷൻ ഡിലീറ്റ് ചെയ്യാനും പറ്റും. എന്നാൽ ഇവിടെ GPAIS നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. അത് അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുതിയ സ്കീം വന്നതുകൊണ്ട്, പുതിയ നമ്പർ വന്നതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഇത് എല്ലാവർക്കും ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അവിടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും ഉണ്ട്. അതോടൊപ്പം തന്നെ DDO ചോദിച്ചിട്ടുണ്ട്. നമ്മളത് സെലക്ട് ചെയ്തിടുക. റിക്കവറി ഐറ്റം ഏതാണെന്ന് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് ആവശ്യമായുള്ള റിക്കവറി ഐറ്റമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം ന്യൂ എന്നുള്ളത് നമ്മൾ പിടിക്കുന്നു. ഇവിടെ ബില്ല് വൈസ് വേണോ ഡെസിഗ്നേഷൻ വൈസ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബില്ല് വൈസിലാണെങ്കിൽ ഒരു ബില്ലിനകത്തുള്ള, ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പേ ബില്ലാണെങ്കിൽ അല്ലെ പേ ബില്ലാണ് നമ്മുടെ ബിൽ ടൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പിനകത്തുള്ള എല്ലാവർക്കും ഈ ഡിഡക്ഷൻ ആഡാവും. ഡെസിഗ്നേഷൻ വൈസ് എടുത്താലുള്ള പ്രശ്നം HM ഒരു ഡെസിഗ്നേഷൻ ആയിരിക്കും. സീനിയർ ഗ്രേഡ്, സെലക്ഷൻ ഗ്രേഡ്, ഹയർ ഗ്രേഡ്
ഗ്രേഡുകളില്ലാത്ത LPS ഇങ്ങനെയൊക്കെയുള്ള പല ഡെസിഗ്നേഷനുകൾ കാണും. അപ്പോൾ അതിനെല്ലാം നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ബിൽ വൈസിൽ ആരുടെയെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് മൊത്തത്തിൽ അങ്ങനെ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെസിഗ്നേഷൻ വൈസിൽ നമ്മൾ ചെയ്യാം. ഇവിടെ ബിൽ വൈസിൽ നമ്മൾ ചെയ്യുന്നു. ഇവിടുത്തെ ബിൽ ടൈപ്പ് LP ബില്ലാണ്. 500 രൂപ നമ്മുടെ ഇതിൻ്റെ GPAIS വരിസംഖ്യയാണ്. അത് ഒരു മാസത്തേക്കേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രം ഡേറ്റ് 1/11/2022 എന്നും 30/11/2022 എന്ന് ടു ഡേറ്റും നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും ആർ യു ഷുവർ ടു പ്രൊസീഡ് എന്ന് പറയുന്നൊരു പോപ്പപ്പ് മെസ്സേജ് വരും. ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ സെലക്ടഡ് റിക്കവറി ഐറ്റം ഇൻക്ലൂഡഡ് ഫോർ ഓൾ എംപ്ലോയീസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ബില്ലിനകത്ത് ആ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ അവർക്കെല്ലാം തന്നെ ഈ ഡിഡക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മേളത്തെ സാലറി മാറ്റേഴ്സിൽ പോയി ചേഞ്ചസ് ഇൻ ദ മന്തിൽ വന്ന് പ്രസൻറ്റ് പേയിൽ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ആദ്യം പ്രസൻറ്റ് പേയിൽ നോക്കിയിട്ടാണ് ഇതിൻ്റെ താഴെയുള്ള ഡിഡക്ഷനിലേക്ക് പോയത്. ഡിഡക്ഷൻ കൊടുത്തതിന് ശേഷം അത് വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് വീണ്ടും നമ്മൾ ആ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. അവിടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നു. ഇവിടെ ഒരു എംപ്ലോയി മാത്രമേ ആ സ്ഥാപനത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആ ബട്ടൺ നോക്കുമ്പോൾ നമുക്ക് GPA ന്യൂ സ്കീം വന്നു 1/11/22 മുതൽ 30/11/22 വരെ. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും വീണ്ടും ആഡ് ചെയ്യാനും ഒക്കെ പറ്റും. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഡിഡക്ഷൻ ടു ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ GPA സ്കീം ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ രീതിയിൽ ബില്ല് പ്രോസസ്സ് ചെയ്യുക. ഇനി സ്പാർക്കിൽ കൂടെ എങ്ങനെയാണ് ബില്ല് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളതൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ബില്ലെടുക്കുന്നത് എങ്ങനെയാണ്, ഓരോ മെനുവും വെച്ചുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാകും. ഇപ്പോൾ ബില്ല് എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്ന് നോക്കാം. സാലറി മാറ്റേഴ്സ്, ഇപ്പോൾ ഡിഡക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സാലറി മാറ്റേഴ്സ് പ്രോസസ്സിങ്ങിൽ വരുന്നു. പ്രോസസ്സിങ്ങിൽ സാലറിയുടെ നേരെയുള്ള മന്ത്ലി സാലറി പ്രോസസ്സിംഗ് എന്ന് പറയുന്ന മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഏത് മാസത്തെ ആണ് നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് 11 നവംബർ മാസത്തിലെ ആയതുകൊണ്ട് തന്നെ 11/2022 എന്ന് കൊടുക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നു. ഓഫീസ് ചോദിക്കുന്നു, ഓഫീസ് സെലക്ട് ചെയ്യുന്നു. DDO കോഡ് ചോദിക്കുന്നു, DDO കോഡ് സെലക്ട് ചെയ്യുന്നു. ബിൽ ടൈപ്പ് ചോദിക്കുന്നു, LP ബില്ലെന്ന് കൊടുക്കുന്നു. നമ്മൾ മുമ്പേ LP ബില്ലിലാണ് ഡിഡക്ഷൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് ഈ ബിൽ ടൈപ്പ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ബിൽ ടൈപ്പിലായിരിക്കും എംപ്ലോയി ആഡ് ചെയ്തിട്ടുള്ളത്. ആ ആഡ് ചെയ്ത എംപ്ലോയീസിനായിരിക്കും ആ ഡിഡക്ഷൻസ് എല്ലാം വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആ ബിൽ ടൈപ്പ് പിടിച്ചിടുന്നു. സെലക്ട് എംപ്ലോയി എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുന്നു. ഇവിടെ ഒരു എംപ്ലോയി മാത്രമേ ഉള്ളൂ. ആ എംപ്ലോയിയെ ബില്ല് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ആ എംപ്ലോയിയെ നമ്മൾ ഈ ഇടതുവശത്തുള്ള കോളത്തിൽ ടിക്ക് മാർക്ക് ചെയ്ത് വേണം സെലക്ട് ആക്കാനായിട്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് ഈ ബില്ല് പ്രോസസ്സ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യാൻ നേരത്തൊരു പോപ്പപ്പ് മെസ്സേജ് ചോദിക്കും. ഡു യു റിയലി വാണ്ട് ടു പ്രോസസ് സാലറി ഫോർ സെലക്റ്റഡ് എംപ്ലോയീസ്? ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത് പ്രോസസ്സിങ്ങിനുള്ള റിക്വസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ട്. എത്ര മിനിറ്റിനകത്ത് നമുക്ക് ബില്ല് കിട്ടുമെന്ന് പറയുന്നുണ്ട്. 1020 മിനിറ്റാണ് പറയുന്നത്. മന്ത് എൻഡ് ആയതുകൊണ്ടാണ്. ഇനി ഒരു 1020 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ബില്ല് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് എടുക്കാം, ആ ബില്ല് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം, മേക്ക് ബില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതുകൂടെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ഈ മെനുവിൽ വന്ന് അതിൻ്റെ വലതുഭാഗത്തുള്ള മന്ത്ലി സാലറിയുടെ വലതുഭാഗത്തുള്ള പേ ബിൽ ആൻഡ് ഷെഡ്യൂൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കൊടുത്തിട്ടുള്ള വിൻഡോകൾ സെലക്ട് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ്,
ഓഫീസ്, DDO കോഡ്, ഏത് മന്തിലേക്കുള്ള ബില്ലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത്, നവംബർ, ഈ ബില്ലിൻ്റെ ഈ വലതുവശത്ത് എഴുതി വന്നിരിക്കുന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന സെലക്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, ദിസ് മേ ടേക്ക് സം മൊമെന്റ്, പ്രൊസീഡ്, ഓക്കെ. ഇവിടെ നമ്മുടെ ബില്ലുകളുടെ ഷെഡ്യൂളുകളെല്ലാം വരും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഷെഡ്യൂളുകൾ മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇവിടെ ഇന്നർ ബില്ല് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അതിൻ്റെ വലതുവശത്തുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന പോപ്പപ്പ് മെസ്സേജിൻ്റെ ഓക്കെ കൊടുക്കുക. ആ ബില്ല് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്രകാരം ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ആഫ്റ്റർ റിപ്പോർട്ട് ജനറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത ബില്ല് നമുക്ക് എടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇന്നർ ബില്ല് വന്നു, ഔട്ടർ ബില്ല് കാണിക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. മുൻ സമയങ്ങളിൽ ഇന്നറും ഔട്ടറും ഒരേ ബില്ലിൽ തന്നെയാണ് വരുന്നത്. ഇപ്രാവശ്യം രണ്ടായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അത് ആ ഭാഗത്തേക്ക് പോകുമ്പോഴേ അറിയത്തുള്ളൂ. PF ഷെഡ്യൂള് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ വലതുവശത്തെ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അത് ഡൗൺലോഡ് ആകുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ള GPAI ന്യൂ സ്കീമിൻ്റെ ഷെഡ്യൂളാണ്. അതിൻ്റെ നേരെ സെലക്ട് ചെയ്യുന്നു. അത് ഡൗൺലോഡായി. മെഡിസപ്പിൻ്റെ ഷെഡ്യൂളിന് നേരെ സെലക്ട് ചെയ്യുന്നു. അത് ഡൗൺലോഡായി. ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൻ്റെ ഷെഡ്യൂളിന് നേരെയുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതും ഡൗൺലോഡായി. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുന്നു. അത് ഓക്കെ കൊടുത്തു. അത് ഡൗൺലോഡായി. അടുത്ത് KSEPFൻ്റെ ഷെഡ്യൂളാണ്. അതിൻ്റെ സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അത് ഡൗൺലോഡ് ആകുന്നു. പിന്നീടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ TSBയും സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ബാങ്കുമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള ഷെഡ്യൂളുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ഈ ബില്ലുകളെല്ലാം ഡൗൺലോഡ് ആയി കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ മെനുവിലാണ് നമ്മൾ പോകേണ്ടത്. അക്കൗണ്ട്സ് മെനുവിൽ ബിൽസ്, ബില്ലിൻ്റെ വലതുഭാഗത്ത് കടന്നു വരുന്ന കുറച്ച് മെനൂസ് ഉണ്ട്. അതിൽ മേക്ക് ബിൽ ഫ്രം പേറോൾ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ പേപ്പർ ബില്ല് തയ്യാറാക്കിയെങ്കിൽ ഇനി അത് ഇലക്ട്രോണിക് ബില്ലാക്കി മാറ്റണം. അതിനാണ് ഈ മേക്ക് ബിൽ ഫ്രം പേറോൾ എന്നുള്ളത് എടുക്കേണ്ടത്. കണ്ടിജൻസി ബില്ലുകളാണ് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിം എന്നുള്ളതായിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ക്ലെയിം അപ്രൂവലൊക്കെ ഉണ്ടാവും. അതെൻ്റെ അടുത്ത വീഡിയോകളിൽ അങ്ങനെയുള്ള ബില്ലുകൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരുന്നുണ്ടാവും. ഇവിടെ ബിൽ നേച്ചർ സാലറി നമ്മൾ നേരത്തെ ചെയ്തിട്ട ബില്ല്. ഇവിടെ മേക്ക് ബില്ല് കൊടുക്കുന്നു. ഡു യു വാണ്ട് ടു പ്രൊസീഡ് എന്ന് ചോദിക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ബിൽ സക്സസ്ഫുള്ളി ആയിട്ട് മേക്ക് ചെയ്തു എന്നുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നു, ഓക്കെ കൊടുക്കുന്നു. വീണ്ടും അക്കൗണ്ട്സിൽ പോകുന്നു. അക്കൗണ്ട്സിൽ നിന്ന് ബിൽസിലേക്ക് വരുന്നു. ബിൽസിൽ നിന്നും സബ്മിറ്റ് ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ DSC നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസ് കുത്തിയിരിക്കണം. നമ്മൾ വിൻഡോസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. ബിൽ നേച്ചർ സാലറി എന്നുള്ളത് കൊടുക്കുന്നു. നമ്മുടെ DDO കോഡ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ മേക്ക് ബില്ല് ചെയ്ത ആ ബില്ല് കടന്നു വരുന്നുണ്ടാവും. അവിടെ വലതുവശത്തുള്ള സെലക്റ്റിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ മേക്ക് ബില്ല് ചെയ്ത ഇലക്ട്രോണിക് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് എത്ര എംപ്ലോയീസ് ഉണ്ടെന്നും എത്ര തുകയുണ്ടെന്നും ഒക്കെയുള്ള ബില്ലിൻ്റെ നെറ്റും ഗ്രോസും ഒക്കെ കാണിക്കുന്നുണ്ടാവും. ഡിഡക്ഷൻസ് കാണിക്കുന്നുണ്ടാവും. സാലറി ബില്ല് ഏത് മാസത്തെയാണെന്ന് കാണിക്കുന്നുണ്ടാവും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട്. അതിൻ്റെ ഇടതുവശത്തൊരു കോളമുണ്ട്. ആ കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബില്ലിൻ്റെ പുറകുവശത്ത് വരുന്ന കുറച്ച് സർട്ടിഫിക്കറ്റുകൾ
ഇവിടെ ഇലക്ട്രോണിക്കലായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അപ്രൂവ് ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് അല്പം സമയമെടുക്കും. നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസിൻ്റെ കീ അപ്ലൈ ചെയ്യാനായിട്ട്, പാസ്വേഡ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിൻഡോ വരാൻ വേണ്ടിയാണ്. ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, തന്നെ അത് വന്നുകൊള്ളും. ഇവിടെ എക്സിറ്റ് ചെയ്യാനോ എല്ലാം പോയാൽ അത് പോകും. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ അത് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ടോക്കൺ കീ കൊടുക്കാനായിട്ട് പറയുന്നു. നമ്മുടെ ടോക്കണിൻ്റെ കീ അവിടെ തെറ്റാതെ അടിച്ചു കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ കീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനായിട്ടുള്ള വിൻഡോകൾ വരുന്നുണ്ടാവും. ഒരു വിൻഡോ വന്നു. അവിടെ നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ചിലർക്ക് പേര് വരത്തില്ല, ആ ഡിവൈസിൻ്റെ ഇതനുസരിച്ചിരിക്കും. അതിൻ്റെ കാലാവധി എന്തായാലും കാണിക്കും. അവിടെ ഓക്കെ കൊടുക്കുന്നു. ഇടതുവശത്തെ ആ ഒരു വട്ടം കറപ്പിച്ചതിന് ശേഷം ഓക്കെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ HTML ബില്ലാണ്. ഇങ്ങനെ ബില്ല് വരുന്ന സമയത്ത് നമുക്ക് ഈ താഴെയുള്ള പച്ച ബട്ടണിലാണ് ഓക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാൻ കഴിയാത്തവർ വിൻഡോസിൻ്റെ, നമ്മുടെ കീബോർഡിലെ വിൻഡോസിൻ്റെ ഒരു പടമുണ്ട്. അതായത് ഫംഗ്ഷൻ കീയുടെ ഓൾട്ട് കീയുടെ ഇടയ്ക്കുള്ള ഒരു വിൻഡോസിൻ്റെ പടമുണ്ട്. കീ ഒന്ന് ഞെക്കിക്കൊണ്ട് നമ്മുടെ സെലക്ട് കീ, നമ്മൾ കർസർ സെലക്ട് ചെയ്യുന്ന കീ ലെഫ്റ്റ് സൈഡിലെ 2 കീ ആണല്ലോ, വലതും ഇടതും 2 കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഇടതുവശത്തെ കീയിലൂടെ പ്രസ് ചെയ്തുകൊണ്ട് ഈ കൈ ചെറുകെ മേളിലോട്ട് പൊക്കുകയാണെങ്കിൽ അത് നമുക്ക് മേളിലോട്ട് കടന്നു വരുന്നുണ്ടാവും. അവിടെ ആ കൺഫേം സൈൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വീണ്ടും ടോക്കൺ പാസ്വേഡ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. 2 പ്രാവശ്യം നമ്മൾ ടോക്കൺ പാസ്വേഡ് കൊടുക്കേണ്ടി വരും. അത് 2 ടൈപ്പ് ബില്ലാണ്. ഒന്ന് ഇലക്ട്രോണിക് ബില്ലും ഒന്ന് HTML ബില്ലുമാണ് വരുന്നത്. ആ 2 ബില്ല്, ഒന്ന് PDF വ്യൂവറായിട്ടായിരുന്നു, ഒന്ന് HTML ബില്ലായിട്ടായിരുന്നു. രണ്ടിലും കൺഫേം സൈൻ ചെയ്യുക. ഇപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബില്ല് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഇടതുവശത്ത് കാണുന്ന ഈ റിഫ്രഷ് എന്ന് പറയുന്ന ബട്ടണിൽ പോയി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ബില്ല് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേ ബില്ല് ട്രഷറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും ട്രഷറി ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടീച്ചർ എങ്ങനെയാണ് ഈ ബില്ലിൻ്റെ സ്റ്റാറ്റസ് കാണുന്നതെന്നൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്കതുകൂടെ നോക്കാം. അക്കൗണ്ട്സിൽ പോയിട്ട് ബിൽസിൽ ഏറ്റവും താഴെയുള്ള വ്യൂ സബ്മിറ്റഡ് പേ ബിൽ, ഏറ്റവും താഴെയുള്ളതിൻ്റെ നേരെ മുകളിലത്തെ മെനുവാണ് വ്യൂ സബ്മിറ്റഡ് പേ ബിൽ എന്നുള്ളതെടുത്ത് നോക്കുക. അവിടെ നോക്കുമ്പോൾ നമ്മൾ ഏത് മാസത്തിലെ ബില്ലാണോ, ഏത് മാസത്തിലാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആ ബില്ലിൻ്റെ വിവരങ്ങൾ നോക്കിയാൽ കാണാം. ഇവിടെ ഒക്ടോബർ മാസം ഡീഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. അവിടെ ഗോ കൊടുത്തു കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ സ്റ്റാറ്റസ് കാണാം. കൊടുത്ത ബില്ലിൻ്റെ ഡീറ്റെയിൽസും അത് ബില്ല് പെയ്ഡ് ആയെന്നും വ്യൂ കറണ്ട് സ്റ്റാറ്റസ് ഇൻ ട്രഷറി എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പെയ്ഡ് ആയെന്ന് തന്നെ കാണിക്കുന്നുണ്ടാവും. അതേസമയം ഇപ്പോൾ നമ്മൾ കൊടുത്ത ബിൽ പെയ്ഡ് എന്നുള്ള മെസ്സേജ് വന്നു. ഇനി നമ്മൾ ഈ ഒക്ടോബർ എന്നുള്ളത് നവംബർ കൊടുക്കുകയാണെങ്കിൽ, ഗോ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബില്ല് അവിടെ വന്നു. സക്സസ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്, പെയ്ഡ് ആയിട്ടില്ല. അപ്പോൾ വ്യൂ കറണ്ട് സ്റ്റാറ്റസ് ഇൻ ട്രഷറി എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽ നോട്ട് പ്രോസസ്ഡ് ഇൻ ട്രഷറി എന്ന് കാണാം. ഇവിടെ ഓക്കെ കൊടുക്കുക. പാസ്സായി കഴിയുമ്പോൾ ഇവിടെ പെയ്ഡ് എന്ന് കാണും. അത് അക്കൗണ്ട്സിൽ ബിൽസിൻ്റെ വലതുവശത്ത്, അല്ലെങ്കിൽ ആരോ മാർക്ക് ചിലപ്പോൾ സ്പേസ് ഇല്ലെങ്കിൽ ഇടത് സൈഡിലോട്ടായിരിക്കും വരുന്നത്. ആ തുറന്ന് വരുന്ന മെനുകളിൽ വ്യൂ സബ്മിറ്റഡ് പേ ബിൽ എന്നുള്ള മെനു എടുത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വിവരങ്ങൾ അറിയാം. കണ്ടിജന്റ് ബില്ലുകളാണെങ്കിൽ വ്യൂ പ്രിപ്പയർഡ് കണ്ടിജന്റ് ക്ലെയിംസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഈ വീഡിയോ വെച്ച് സ്വന്തമായി ഒരു ബില്ല് പ്രോസസ്സ് ചെയ്ത് ഷെഡ്യൂൾസ് എടുത്ത് ഈ ബില്ല് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ വീഡിയോകൾ കാണുന്നതിന് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.